നമുക്കിവിടെ എക്സലിൽ കുറച്ച് കോൺടാക്ട്സ് ഉണ്ട്. ഇവിടെ ഉദാഹരണത്തിന് 20 കോൺടാക്ട്സ് ഞാൻ സേവ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കുക നമ്മൾ ക്ലബിൻ്റെയോ സംഘടനൻ്റെയോ അല്ലെങ്കിൽ ഓഫീസിലെയോ ഒരു 100 അല്ലെങ്കിൽ 500 1000 കോൺടാക്ട്സ് എന്ന് വിചാരിക്കാം. നമുക്ക് അവരൊക്കെ നമ്മളെ ഫോണിൽ കോൺടാക്റ്റ് ആയിട്ട് കിട്ടണം. അത് നമുക്ക് ഒന്നുകിൽ വിളിക്കാനോ SMS അയക്കാനോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് എക്സലും മറ്റൊരു ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മളെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരുപാട് നെയിംസ് ഉണ്ട്. പക്ഷേ ഈ നെയിംസൊക്കെ ചിലപ്പോൾ പല നെയിംസും നമ്മുടെ ഫോൺ കോൺടാക്റ്റിൽ നമ്മുടെ പേഴ്സണൽ കോൺടാക്റ്റിൽ ഉള്ളതാകാം. അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ കോൺടാക്ട്സിലും ആവാത്ത നെയിം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ക്ലബിൻ്റെയാണ് ചെയ്യുന്നത് വിചാരിക്കുക. ഞാനൊരു ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് പറയുകയാണ് ക്ലബ്ബ് 001 എന്നടിച്ചു. ഓക്കെ, ക്ലബ് 001 അതിനെ താഴത്തിട്ട് ക്ലബ് 002 ആക്കി അവസാനത്തെ 2. അതായത് ഞാൻ 100 കോൺടാക്റ്റ് ഉള്ളതാണ് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 001 002 അങ്ങനെ കാണിക്കുക. എന്താണ് 001 കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ 1 കാണിച്ചു കഴിഞ്ഞാൽ 2 3 അങ്ങനെ കാണിച്ചിട്ട്, കാരണം ക്യാരക്ടറായിട്ടാണ് ക്ലബ്ബ് എന്ന് മുമ്പിലുള്ളതുകൊണ്ട് ഇത് ക്യാരക്ടറായിട്ടാണ് സോർട്ട് ചെയ്യുക. ക്യാരക്ടറായിട്ട് സോർട്ട് ചെയ്യുമ്പം 1 കഴിഞ്ഞാൽ 2 അല്ല വരിക, 11 ഉണ്ടെങ്കിലും 11 വരിക. കാരണം 1 എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡ്രാഗ് ചെയ്ത് വലിക്കുക. ഇവിടെ ഞാനിപ്പം ഒറിജിനൽ കോൺടാക്ട്സ് വെച്ചിട്ട് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോൺടാക്ട്സ് വെച്ച് കാണിക്കുന്നത് മറ്റുള്ളവരുടെ പ്രൈവസി ഹനിക്കുന്നതായതുകൊണ്ട് അത് പ്രയാസങ്ങളുണ്ടാക്കാം. ചിലപ്പം വീഡിയോക്ക് ബാൻ കിട്ടാം. അതുകൊണ്ടാണ് ഞാൻ ഈ ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിന് കാണിക്കുന്നത്. 10 അക്ക ഡിജിറ്റാണ്, മൊബൈൽ നമ്പറാണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, നമ്മളിവിടെ ക്ലബ്ബ് 001 002 അങ്ങനെ കിട്ടി. നമുക്ക് ഇനി അങ്ങനെയും പോരാ, ഇനി വരെ പേരും കൂടെ വേണമല്ലോ. ഇതിപ്പോൾ നമ്മൾ ക്ലബിൻ്റെ ആണ് എന്ന് മനസ്സിലാവും. നമ്മുടെ ഫോണിൽ ഇതിങ്ങനെ കാണുമ്പോൾ തുടർച്ചയാക്കണം ആ ക്ലബ്ബിൽ അതാണ്. ഇനി ആളെ പേരും കൂടെ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ചെയ്യാണ് ക്ലബ്ബ് 001 ഈക്വൽ ടു അടിച്ചു. ഇനി ഒരു ആൻഡ് സൈൻ അടിക്കുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് കയറ്റണം, ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് ആൻഡ്, പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതായത് C2 ആൻഡ് ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് ആൻഡ് A2. അതായത് ഇങ്ങനെ വരും. ക്ലബ്ബ് 001 ഒരു സ്പേസ് വന്നു, ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പേസ് ഇട്ടുകൊണ്ടാണ് ഇവിടെ സ്പേസ് വന്നത്. ഓക്കെ, 001 ഡൈജഷൻ ഇങ്ങനെ താഴ്ത്തിട്ടു. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ പേര് ഈ രീതിയിലാണ് നമ്മൾ ഫോണിൽ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളതിനെ കോപ്പി എടുത്തിട്ട് നമുക്ക് ഇവിടെ നെയിമേ വേണ്ട, 2 നെയിമൊന്നും വേണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ, അതിൻ്റെ മേലെ പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് ആണ് കേട്ടോ. പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് എടുക്കുക. പേസ്റ്റ് സ്പെഷ്യൽ സെലക്ട് ചെയ്യുക, വാല്യൂസ്. ഇപ്പോൾ വാല്യൂ ആയി. ഓക്കെ, വാല്യൂസ് ആയിട്ട് തന്നെ പേസ്റ്റ് ചെയ്യണം നമുക്ക്. കാരണം ഇക്വേഷൻ അതിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്യുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടും വേണ്ട. നമുക്ക് ജസ്റ്റ് ഉദ്ദേശം നമ്മുടെ ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്കിത് 10 അക്ക ഡിജിറ്റ്, ഇതിപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ഇങ്ങനെ തന്നെ കോൺടാക്റ്റ് സേവ് ചെയ്യാം. പക്ഷേ നമ്മൾ ടെക്നിക്കിലേക്ക് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻ്റർനാഷണൽ കോഡില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആണെങ്കിൽ +91 വേണം. അത് ഇൻ്റർനാഷണൽ കോഡ് +91 ഇൻ്റർനാഷണൽ കോഡ്. 0 ഗൾഫിലെ ഇപ്പം UAE-ലാണെങ്കിൽ +971 വേണം. ഇപ്പോൾ സൗദി ആണെങ്കിൽ +966 വേണം. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ കോഡിൻ്റെ കൂടെ ഒരു പ്ലസും കൂടെ ആഡ് ചെയ്ത് വേണം. ഇതിപ്പോൾ നമ്മളെല്ലാം ഇന്ത്യൻ നമ്പറാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ വേറെ എന്ത് ചെയ്യണം, ഈക്വൽ ടു ഡബിൾ കോട്ട് +91 ഡബിൾ കോട്ട് ക്ലോസ് ആൻഡ് ഈ നമ്പർ. ഇപ്പം നമുക്ക് 91 തുടങ്ങിയിട്ട് കിട്ടി. നമ്മളെ മൊബൈൽ നമ്പർ ഈ രീതി കിട്ടി. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. എന്നാലേ വാട്സപ്പ് വർക്ക് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ SMS-ഉം കോളൊക്കെ വർക്ക് ചെയ്യും, വാട്സപ്പ് കിട്ടില്ല. ഓക്കെ, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതും കോപ്പി എടുത്ത് പേസ്റ്റ് സ്പെഷ്യലാക്കി റൈറ്റ് ക്ലിക്ക് ചെയ്തു, വാല്യൂ ആയി റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇനി ഇത് ഡിലീറ്റ് ചെയ്താൽ ഇത്രയും ആയാൽ നമ്മളെ എന്തായി, ഇത്രയും ആയാൽ തന്നെ നമ്മുടെ ഒരു എക്സൽ കൊണ്ട് ചെയ്യാനുള്ള പ്രൊസീജിയറായി. ഇനി അതിനെ നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളിതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നത് സേവ് ആസ് എടുക്കുക. ഇത് എക്സൽ, ഏത് എക്സൽ ആയാലും സേവ് ആസ് എടുക്കുക. ഇപ്പോൾ ക്ലബ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച എക്സൽ ഫയലാണ് ഉള്ളത്. ഇപ്പോൾ ക്ലബ് കോൺടാക്ട്സിന് ഇതിപ്പോൾ എക്സൽ ഫയലായിട്ടാണുള്ളത്, മൈക്രോസോഫ്റ്റ് എക്സൽ. ഓക്കെ, എക്സൽ ഡിലിമിറ്റഡ് ആണ്. എനിവേ നമ്മൾ ഡിലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ, ഡിലിമിറ്റഡ്, അതായത് സെപ്പറേറ്റഡ് വാല്യൂസ് ആയിരിക്കണം, CSV ആയിരിക്കണം. ഓക്കെ, സേവ് അടിക്കുന്നു, റീപ്ലേസ് ഇറ്റ്. അതായത് അത് ഫയലിൽ നമുക്ക് ആ ഫയലിനെ റീപ്ലേസ് ചെയ്യാം. ഇതിവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് റീപ്ലേസ് വയ്ക്കുന്നത്. ഓക്കെ, യെസ് അടിച്ചു, യെസ്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. എക്സൽ കൊണ്ടുള്ള പിന്നെ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാനൊരു ടൂളുണ്ട്. നമുക്കതിലേക്ക് പോവാം. നമ്മൾ CSV ആക്കിയോ, CSV to vcard എന്ന് പറഞ്ഞിട്ടില്ല, സെർച്ച് ചെയ്യുക vcard, CSV to vcard. നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുക. സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് മിറർ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ കാണിക്കുന്നില്ല ഡൗൺലോഡ് ചെയ്യുന്നത്, കാരണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ സാധനം, ഈ ഒരു ചെറിയ ടൂള് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക.
ഓക്കെ, സെക്കൻഡ് പ്രൊസീജിയർ അതോടെ തീരും. അടുത്തായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച സാധനം ഇവിടെ CSV to vcard, ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത സാധനം. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ CSV ഫയൽ കാണിച്ചു കൊടുക്കാനുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന CSV ഫയൽ അതിൽ ഓപ്പൺ ആക്കിയിട്ട് ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. ക്ലബ് കോൺടാക്ട്സ് കൊണ്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലബ് കോൺടാക്ട്സ് സേവ് ചെയ്യലോടുകൂടി നമുക്കിവിടെ CSV ഫയലിൽ എന്താണ് ഫുൾ നെയിം എന്നുണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. CSV അതായത് ഫീൽഡ് ഏതാണ്, നെയിം എന്നുള്ളത് CSV ഫുൾ നെയിം, മൊബൈൽ എന്നുള്ളത് മൊബൈൽ നമ്പർ ആക്കിയിട്ട് എടുക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക vcard ഫയൽ ഓൾ കോൺടാക്ട്സ് ഇൻ 1 VCF ഫയൽ എന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെയാണ് സേവ് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫയൽ കൺവേർഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ അടിക്കുക. ഇത് നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ആവശ്യവും കഴിഞ്ഞു. ഇനി ക്ലോസ് ചെയ്യാം. ഇനി നമ്മളെ ഫയലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലബ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടാണ്. ഈ ക്ലബ് കോൺടാക്ട്സ് എന്ന് പറയുന്ന ഫയൽ ഇതാണ് നമ്മുടെ ശരിയായ ഫയൽ. നമ്മൾ എക്സലിൽ നിന്ന് മാറ്റി ക്ലബ് കോൺടാക്ട്സ് vcard ഫയലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ vcard ഫയൽ നമ്മളെ ഫോണിൽ ഓപ്പൺ ആക്കുക. അത് വാട്സപ്പ് വഴി അയക്കാം, ഇമെയിൽ വഴി അയക്കാം, കേബിൾ കുത്തിയിട്ട് അയക്കാം, എക്സ്റ്റൻഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിക്കാം. അങ്ങനെ ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടായാലും നമ്മുടെ ഫോണിലേക്ക് ഇത് കിട്ടണം. ഇത് ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഫോണിൽ നിന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ആൻഡ്രോയിഡിൻ്റെ കേസിലാണെങ്കിൽ, ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നമ്മളിതിനെ ഓപ്പൺ ആക്കിയാൽ മതി. അതേസമയം ഐഫോൺ ആണെങ്കിൽ നമ്മളിതിനെ ഇമെയിൽ അയക്കുന്നതാണ് നല്ലത്. ഇമെയിൽ അയച്ച ശേഷം ഐഫോണിൻ്റെ ഇമെയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ജിമെയിൽ ആപ്പ് അല്ല, ഇമെയിൽ ആപ്ലിക്കേഷൻ. ആ ഇമെയിൽ ആപ്ലിക്കേഷനിൽ അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ആക്കുമ്പം എല്ലാ കോൺടാക്റ്റും സേവ് ചെയ്യണമെന്ന് ചോദിക്കും. ഓക്കെ, ഐഫോണിൽ. ആൻഡ്രോയിഡിലാണെങ്കിൽ ഡയറക്റ്റ് ഇത് ഓപ്പൺ ആക്കലോടുകൂടി ആഡ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ, നമ്മൾ ജിമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇത് ഓൾറെഡി സേവ് ആവും. ഇനി നമുക്ക് നമ്മളെ മൊബൈലിൽ നോക്കാം. ഇതെങ്ങനെയാണ് മൊബൈലിൽ എങ്ങനെയാണ് മൊബൈലിലേക്ക് എടുക്കേണ്ടത് എന്ന് പറയുന്നില്ല. ഇമെയിൽ അയച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതായത് ഫോണിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്ന് ഇമെയിൽ അയക്കാം, ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ജിമെയിലേക്കാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ജിമെയിൽ ഓപ്പൺ ആക്കണം. കാരണം ജിമെയിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ജിമെയിൽ ഓപ്പൺ ആക്കി ജിമെയിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലബ് കോൺടാക്ട്സിൽ vcard ഫയൽ ഓപ്പൺ ആക്കുന്നു. അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഡൗൺലോഡിങ് ഫയൽ, പിന്നെ ഓപ്പൺ ആക്കാൻ ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണെന്ന് കോൺടാക്ട്സ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ആക്കുന്നു. ശേഷം ഏത് ജിമെയിലാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. എൻ്റെ ഒരുപാട് ജിമെയിൽ കണക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കില്ല. അത് ജിമെയിൽ കണക്ട് ചെയ്യലോടുകൂടി യുവർ കോൺടാക്ട് വിൽ ബി സേവ്ഡ് ഷോർട്ട്ലി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പിന്നീട് അന്നേരം തന്നെ ഷോർട്ട്ലി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നടക്കും. നമ്മൾ കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ആക്കുക. കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ആക്കി നോക്കിയാൽ ക്ലബ്ബ് 001 എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തത്. 001 2 3 4 അങ്ങനെ 20 സേവ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ക്ലിക്കിൽ വന്നത് 100 1000 ഉണ്ടെങ്കിൽ ഇതേപോലെ സേവ് ആവും. ഇത് നമ്മൾ വാട്സപ്പ് ഉണ്ടെങ്കിൽ, ഇത് സാങ്കല്പിക നമ്പർ ആയതുകൊണ്ട് വാട്സപ്പ് ഇല്ല, അതുകൊണ്ട് വാട്സപ്പിൽ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് ആ കോൺടാക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഡൗൺലോഡിങ് ഫയൽ പിന്നെ